നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ നിരക്ക് വീണ്ടും വർദ്ധിപ്പിക്കാൻ നീക്കം. 10 രൂപ മുതൽ 25 വരെ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചേക്കും. ടോൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം. സോളാർ അഴിമതി ഒത്തുതീർപ്പാക്കുന്ന നിലപാടാണ് LDF സ്വീകരിച്ചിരിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 23-ന് എല്ലാ കളക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്തുമെന്നും മുരളീധരൻ. തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി. 14 കോടിയുടെ 2 എസ്റ്റിമേറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അയച്ചു. കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം വൈസ് പ്രസിഡന്റ് ലാൽജി കൊളന്നൂരിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിലെ മുഴുവൻ പ്രതികളും കസ്റ്റഡിയിലായതായി സൂചന. പ്രതികളുടെ അറസ്റ്റ് നാളെ വൈകിട്ടോടെ രേഖപ്പെടുത്തിയേക്കും. മതിലകത്ത് കള്ളുഷാപ്പ് ലൈസൻസിയുടെ വീട്ടിൽ നിന്ന് സ്പിരിറ്റും അനധികൃത കള്ളുശേഖരവും പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട മതിലകം സ്വദേശി ഷൈനിനെ അറസ്റ്റ് ചെയ്തു. ഞാൻ ബൈജു ദേവസി. വാർത്തകൾ വിശദമായി. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ നിരക്ക് വീണ്ടും വർദ്ധിപ്പിക്കാൻ നീക്കം. നിലവിലുള്ള നിരക്കിനേക്കാൾ 10 രൂപ മുതൽ 25 വരെ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചേക്കും. ഇത് സംബന്ധിച്ച് വിജ്ഞാപനം 2 ദിവസത്തിനകം പുറത്തിറങ്ങും. ദേശീയപാത അതോറിറ്റി ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാൻ നേരത്തെ അനുമതി നൽകിയിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാൻ നീക്കം നടത്തുന്നത്. 3 മാസം മുൻപ് ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാൻ നടത്തിയ നീക്കം വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് അധികൃതർക്ക് മരവിപ്പിക്കേണ്ടി വന്നിരുന്നു. കാറിന് 65 രൂപ, ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്ക് 165 രൂപ, ബസ്, ചരക്ക് ലോറി എന്നിവയ്ക്ക് 330 രൂപയും മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് 530 രൂപയും ആകും. ദേശീയപാതയിലെ പാലിയേക്കരയിൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള അധികൃതരുടെ നീക്കത്തിൽ വ്യാപക പ്രതിഷേധം. ജനങ്ങൾക്ക് അമിതഭാരം അടിച്ചേൽപ്പിക്കുന്ന ദേശീയപാത അതോറിറ്റിയുടെ നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകി. ടോൾ വർധനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മറ്റ് ജനപ്രതിനിധികളുമായി ചർച്ച നടത്തണമെന്നും MLA ആവശ്യപ്പെട്ടു. ഭരണ പ്രതിപക്ഷ പാർട്ടികളും ഉദ്യോഗസ്ഥരും ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും സംയുക്ത സമരസമിതി ആരോപിച്ചു. 2 വർഷമായി ടോൾ പിരിവ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി സമരം നടത്തുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ടോൾ നിരക്ക് കുറയ്ക്കണമെന്നാണ് പറയുന്നത്. ഇടയ്ക്കിടെ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ ഭരണ പ്രതിപക്ഷങ്ങൾ ജനങ്ങളെ കൊള്ളയടിക്കുന്ന കമ്പനിക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് സമരസമിതി കൺവീനർ PJ മോൻസി പറഞ്ഞു. ടോൾ ഇല്ലാതാക്കണം, നോ ടോൾ നോ BOT എന്ന മുദ്രാവാക്യവുമായി സമരസമിതി സമരം ചെയ്തപ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും മുഖ്യധാര പ്രതിപക്ഷ പാർട്ടികളും ടോള് കുറയ്ക്കണമെന്നാണ് സമരം നടത്തി ഇവിടെ പറഞ്ഞിരുന്നത്. ഞങ്ങൾ സമരസമിതിയുടെ പ്രവർത്തകർ അന്നേ പറഞ്ഞിരുന്നു, ടോള് കുറയ്ക്കുവാൻ വേണ്ടി സമരം നടത്തുന്നത് പ്രായോഗികമല്ല, തട്ടിപ്പാണ്. കാരണം സർക്കാരും കമ്പനിയുമായി ഇവിടെ നിലനിൽക്കുന്ന എഗ്രിമെൻറ്റ് വർഷാവർഷം ഇന്ത്യ രാജ്യത്തുള്ള വില നിലവാരത്തിൻ്റെ തോതനുസരിച്ച് 40% വരെ വർദ്ധിപ്പിക്കാനുള്ള അധികാരം കമ്പനികളിൽ നിക്ഷിപ്തമാണ്. ആ അധികാരം കമ്പനികൾക്ക് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണകേന്ദ്രങ്ങളോടും ആലോചിക്കാതെ ടോളിൻ്റെ നിരക്ക് 10%, 20% ഒക്കെ വർദ്ധിപ്പിക്കുന്നത്. അതാണിപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും ഈ പകൽക്കൊള്ള, ഈ തട്ടിപ്പ് അതിൻ്റെ തോത് അനിയന്ത്രിതമായി വർദ്ധിച്ചു പോകുകയാണ്. ഇത് ജനങ്ങളെ കൊള്ള ചെയ്യലാണ്. ഇത് എന്നേക്കുമായി നിർത്തലാക്കാൻ പാലിയേക്കരയിൽ ടോൾ നിരക്ക് ഉയർത്താനുള്ള നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും ടോൾ നിരക്ക് ഉയർത്തിയാൽ പാലിയേക്കരയിൽ ഇന്നുവരെ കാണാത്ത രീതിയിൽ ശക്തമായ സമരങ്ങൾ അരങ്ങേറുമെന്നും BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് TCVയോട് പറഞ്ഞു. ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ച് വീണ്ടും 10% മുതൽ 25% വരെ തുക വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഏതു വിധത്തിലും ചെറുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയും അതിന് നേതൃത്വം കൊടുക്കുന്ന സംയുക്ത സമരസമിതി അടക്കമുള്ള ആളുകളുമായി കൂടിയാലോചിച്ച് അതിശക്തമായിട്ടുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കും. ടോൾ പ്ലാസ അധികൃതരെ കയറൂരി വിട്ടുകൊണ്ട് അവർക്ക് വേണ്ട ഒത്താശ ചെയ്യുന്ന നടപടിക്കെതിരായി ഏതറ്റം വരെ പോകാനും ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും. ജനകീയ സമരങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് ടോൾ നിരക്ക് ഉയർത്താൻ അനുവദിക്കില്ലെന്നും സംയുക്ത സമരസമിതിയുമായും BJP നേതൃത്വവുമായും കൂടിയാലോചിച്ച് സമരം കൂടുതൽ ശക്തമാക്കുമെന്നും A നാഗേഷ് പറഞ്ഞു. പാലിയേക്കര ടോൾ വിഷയത്തിലും കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ഒത്തുകളിയാണ്. ഇന്നലെ വരെ നടന്നിട്ടുള്ളത് മുഴുവൻ ആ ജനകീയ സമരത്തിനെതിരെ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ആ സമരത്തെ ഒറ്റുകൊടുക്കാനും ആ ടോൾ പ്ലാസ അധികൃതരുടെ ഭാഗമായി മാറാനുമാണ് CPM-ഉം കോൺഗ്രസും ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ 2 മുന്നണികളുടെ ജനവഞ്ചനയെ ജനമധ്യത്തിൽ തുറന്നു കാണാൻ ജില്ലയിലെ മുഴുവൻ മേഖലയിൽ പ്രചരണം സംഘടിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും. സെക്രട്ടേറിയറ്റ് ഉപരോധം മാത്രമല്ല, സോളാർ അഴിമതി തന്നെ ഒത്തുതീർപ്പാക്കുന്ന നിലപാടാണ് LDF സ്വീകരിച്ചിരിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ പറഞ്ഞു. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുരളീധരൻ.
സോളാർ അഴിമതിക്ക് കൂട്ടുനിന്നവരെ രക്ഷിച്ചുകൊണ്ട് UDFും ഉപരോധ സമരം പിൻവലിച്ചുകൊണ്ട് LDFും ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. സോളാർ വിഷയത്തിൽ തുടർ സമര പരിപാടികൾ ചർച്ച ചെയ്യാൻ LDF അടുത്ത യോഗം നിശ്ചയിച്ചിരിക്കുന്നത് ഒരു മാസത്തോളം കഴിഞ്ഞ് സെപ്റ്റംബർ 12-നാണ്. ഇടതുമുന്നണി ഇന്നലെ യോഗം ചേർന്ന് അവരുടെ അടുത്ത സമര പരിപാടി തീരുമാനിക്കാനായിട്ട് സെപ്റ്റംബർ മാസം 12-ാം തീയതി ഇടതുമുന്നണിയുടെ യോഗം കൂടുന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതും കേരളത്തിലെ ജനങ്ങൾ ധരിച്ചിരുന്നതും ഈ ഉപരോധ സമരം ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സോളാർ തട്ടിപ്പ് തന്നെ ഒത്തുതീർപ്പാക്കുന്ന ഒരു നിലപാടാണ് ഇടതുമുന്നണി അവരുടെ അടുത്ത യോഗം സെപ്റ്റംബർ 12-ാം തീയതിക്ക് മാറ്റിവെച്ചതിലൂടെ ചെയ്തിരിക്കുന്നത്. സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഈ മാസം 23-ന് BJP സംസ്ഥാനത്തെ എല്ലാ കളക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ 20 മണ്ഡലങ്ങളിലും ഉടൻ ആരംഭിക്കുമെന്നും സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ലെന്നും മുരളീധരൻ പറഞ്ഞു. BJP 23-ാം തീയതി എല്ലാ ജില്ലാ കളക്ടറേറ്റുകളിലേക്കും മുഖ്യമന്ത്രി രാജിവെക്കുക, ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള മാർച്ച് നടത്തുകയാണ്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളായിരിക്കും കേരളത്തിൽ നടക്കുക. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വിവിധ സർവേ ഫലങ്ങൾ BJPക്ക് അനുകൂലമാണ്. കേരളത്തിൽ BJP 16% വോട്ട് നേടുമെന്നുള്ള സർവേ ഫലങ്ങൾ യാഥാർത്ഥ്യമായാൽ BJPയുടെ വോട്ടിൽ വൻ വർധനവുണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിഷയങ്ങൾ ഈ മാസം 26-ന് ചേരുന്ന സംസ്ഥാന സമിതി യോഗം ചർച്ച ചെയ്യുമെന്നും മുരളീധരൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അയച്ചു. വടക്കഞ്ചേരി മുതൽ വാണിയമ്പാറ വരെയും ചുവന്ന മണ്ണ് മുതൽ മണ്ണുത്തി വരെയും വേർതിരിച്ചുള്ള 14 കോടിയുടെ 2 എസ്റ്റിമേറ്റാണ് പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കി അയച്ചത്. വൈറ്റിലയിലെ ദേശീയപാത പൊതുമരാമത്ത് വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയത്. ദേശീയപാതയിലെ അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ ദേശീയപാത അധികൃതർ വീഴ്ച വരുത്തിയ സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ നിർദ്ദേശപ്രകാരം മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിലെ അറ്റകുറ്റപ്പണി പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുന്നത്. അതേസമയം തകർന്ന് തരിപ്പണമായ ദേശീയപാതയിലൂടെയുള്ള യാത്ര ദുഷ്കരമാവുകയും പ്രതിഷേധം വ്യാപകമായി തുടരുകയും ചെയ്തതിനെ തുടർന്ന് ജില്ലാ കളക്ടർ ഇടപെട്ട് വാണിയമ്പാറ മുതൽ വടക്കുംപാറ വരെയുള്ള ഭാഗം പൊതുമരാമത്ത് വകുപ്പിനെ കൊണ്ട് ഏറ്റെടുത്ത് ചെയ്യിക്കുകയും അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ അലംഭാവം കാണിച്ച ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർക്കെതിരെ കളക്ടർ ക്രിമിനൽ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. എസ്റ്റിമേറ്റ് തുക പാസാക്കി നൽകിയാൽ വടക്കഞ്ചേരി മുതൽ മണ്ണുത്തി വരെയുള്ള ദേശീയപാതയിലെ അറ്റകുറ്റപ്പണി അടുത്ത ശബരിമല സീസണിന് മുൻപ് പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് TCV. കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം വൈസ് പ്രസിഡന്റ് ലാൽജി കൊള്ളന്നൂരിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിലെ മുഴുവൻ പ്രതികളും കസ്റ്റഡിയിലായതായി സൂചന. പ്രതികളുടെ അറസ്റ്റ് നാളെ വൈകിട്ടോടെ രേഖപ്പെടുത്തിയേക്കും. ലാൽജിയെ വെട്ടിവീഴ്ത്തിയ 2 പേരും ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട 8 പേരും പിടിയിലായതായാണ് സൂചന. കേസന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ 50ഓളം പേരെ ചോദ്യം ചെയ്തതായി അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന CI A. രാമചന്ദ്രൻ പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളുടെയും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നും CI പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അയ്യന്തോൾ പഞ്ചിക്കലിലെ തറവാട്ട് വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ ലാലൂരിലെ വീട്ടിലേക്ക് വരുന്നതിനിടെ ബൈക്കിലെത്തിയ 2 അംഗ സംഘം ലാൽജിയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കള്ളുഷാപ്പ് ലൈസൻസിയുടെ വീട്ടിൽ നിന്ന് സ്പിരിറ്റും അനധികൃത കള്ളുശേഖരവും കള്ളിന് വീര്യം കൂട്ടുന്ന പേസ്റ്റും പിടികൂടി. മതിലകം കഴുവിലക്ക ചൂരപ്പെട്ടി ഷൈനിന്റെ വീട്ടിൽ നിന്നാണ് എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം അനധികൃത മദ്യശേഖരം പിടികൂടിയത്. വീടിനോട് ചേർന്നുള്ള ഷെഡിൽ 15 കന്നാസുകളിലായി സൂക്ഷിച്ചിരുന്ന 475 ലിറ്റർ സ്പിരിറ്റ്, 2 കിലോഗ്രാം പേസ്റ്റ് എന്നിവയും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൽ സൂക്ഷിച്ചിരുന്ന 1000 ലിറ്റർ കള്ളുമാണ് പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഷൈനിനെ അറസ്റ്റ് ചെയ്തു. പടിയൂർ പൂവത്തും കടവിൽ 1-ാം ഗ്രൂപ്പിലെ കള്ളുഷാപ്പ് ലൈസൻസിയാണ് ഇയാൾ. മധ്യമേഖല എക്സൈസ് ഇന്റലിജൻസ് അസിസ്റ്റന്റ് കമ്മീഷണർ S. സഞ്ജീവിന്റെ നേതൃത്വത്തിൽ എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ KV. സദയകുമാർ, കൊടുങ്ങല്ലൂർ എക്സൈസ് CI G. ഹരികൃഷ്ണപിള്ള, ഇൻസ്പെക്ടർ PM. കുഞ്ഞുമുഹമ്മദ്, ഇന്റലിജൻസ് ഓഫീസർമാരായ AM. അബ്ദുൽ ജമാൽ, KJ. ജയൻ, AJ. സജീദ് എന്നിവരടങ്ങിയ സംഘമാണ് റെയ്ഡ് നടത്തിയത്. സംസ്ഥാനത്ത് കോഴിയിറച്ചിക്ക് നാളെ മുതൽ വില കൂടും. വിപണി വിലയ്ക്ക് അധിക നികുതി ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇറച്ചിക്കോഴികൾക്ക് നാളെ മുതൽ വില വർദ്ധിക്കാൻ കാരണം. കോഴിയിറച്ചിക്കുള്ള അധിക നികുതി ഏർപ്പെടുത്തുന്നതോടെ കിലോഗ്രാമിന് 8 രൂപയുടെ വർധനമുണ്ടാകും. നിലവിൽ കോഴിയിറച്ചിക്ക് തറവില നിശ്ചയിച്ച് 14.5% വിൽപ്പന നികുതിയും 1 സെസ്സുമാണ് ഈടാക്കുന്നത്. അതേസമയം കോഴിയിറച്ചിക്ക് അധിക നികുതി ഏർപ്പെടുത്തിയ സർക്കാരിൻ്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ കോഴിയിറച്ചികൾ എടുക്കുന്നത് അടുത്തയാഴ്ച മുതൽ നിർത്തിവെക്കും.
ആളൂരിൽ യുവതിയും 3 മക്കളും പൊള്ളലേറ്റ് മരിച്ച കേസിൽ അറസ്റ്റിലായ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും കോടതി റിമാൻഡ് ചെയ്തു. ആളൂർ കോർപ്പള്ളി ഷാബു, മാതാവ് വള്ളിയമ്മ എന്നിവരെയാണ് ഇരിഞ്ഞാലക്കുട കോടതി റിമാൻഡ് ചെയ്തത്. ഷാബുവിന്റെ ഭാര്യ സിന്ധു, മക്കളായ പ്രീന, ഗോകുൽ, ഗോപു എന്നിവരാണ് ഞായറാഴ്ച ആളൂരിലെ വീട്ടിൽ പൊള്ളലേറ്റ് മരിച്ചത്. ഇന്നലെ രാത്രിയിലാണ് ചാലക്കുടി ഡിവൈഎസ്പി ടി കെ തോമസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. മാനസികവും ശാരീരികവുമായ പീഡനത്തിനും ആത്മഹത്യാ പ്രേരണയ്ക്കുമാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇടവേള. വാർത്തകളിലേക്ക് വീണ്ടും. ജോലി വാഗ്ദാനം ചെയ്ത് വിളിച്ചുവരുത്തി പണവും മൊബൈൽ ഫോണും മോഷ്ടിച്ച കേസിലെ കൂട്ടുപ്രതിയായ പിടികിട്ടാപ്പുള്ളിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. തൊടുപുഴ കൈപ്പിള്ളി മുട്ടത്തുകുന്നേൽ പിപ്സണയാണ് SI TP ഫർഷാദും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. 2010 കേസിനാസ്പദമായ സംഭവം. കേസിൽ പിപ്സന്റെ സഹോദരൻ ജിപ്സനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രമുഖ കമ്പനിയുടെ മാനേജറാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ജോലി വാഗ്ദാനം ചെയ്ത് കൊല്ലം സ്വദേശിയായ അഖിൽ സിംഗിനെ ഇരുവരും ചാലക്കുടിയിലേക്ക് വിളിച്ചു വരുത്തി. തുടർന്ന് ലോഡ്ജിൽ മുറിയെടുപ്പിച്ച് അഖിൽ സിംഗ് കുളിക്കാൻ കയറിയപ്പോൾ ഇയാളുടെ 2 മൊബൈൽ ഫോണുകളും പണവും മോഷ്ടിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം ബാംഗ്ലൂർ, എറണാകുളം, കോട്ടയം എന്നിവിടങ്ങളിൽ പേരുമാറി ഒളിവിൽ കഴിയുകയായിരുന്നു പിപ്സൺ എന്ന് പോലീസ് പറഞ്ഞു. ഡ്യൂട്ടിക്കിടെ മദ്യലഹരിയിലായിരുന്ന ബസ് കണ്ടക്ടറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന ഭാനു ബസ്സിലെ കണ്ടക്ടർ നെടുപുഴ തെക്കേയിൽ പ്രഭാകരൻ എന്ന പ്രഭയെയാണ് കുന്നംകുളം SI K മാധവൻകുട്ടി അറസ്റ്റ് ചെയ്തത്. മദ്യലഹരിയിലായിരുന്ന ഇയാൾ യാത്രക്കാരുമായി വാക്കേറ്റമുണ്ടായതോടെ സ്റ്റാൻഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചെന്ന് വ്യക്തമായതോടെയാണ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊടകര ചാറ്റിലാംപാടത്ത് യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാറ്റിലാംപാടം മുപ്ലിയാൻ ബാലകൃഷ്ണൻ, ഭാര്യ വത്സല എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ചാറ്റിലാംപാടം കുന്നുമക്കര ദിനകരന്റെ മകൾ ശർമിളയ്ക്കാണ് ഇന്നലെ വൈകുന്നേരം വെട്ടേറ്റത്. വാക്കുതർക്കത്തെ തുടർന്ന് ബാലകൃഷ്ണൻ വെട്ടുകത്തിക്കൊണ്ട് ശർമിളയുടെ തലയ്ക്ക് പുറകിൽ വെട്ടിയും വത്സല ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചും പരിക്കേൽപ്പിക്കുകയാണുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പേരിൽ വ്യാജ നിയമന ഉത്തരവ് നൽകി തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കേസിലെ പ്രതിയായ പ്രജിതയാണ് അയ്യന്തോടിലെ വാടക വീട്ടിലെ കിണറ്റിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ദേശീയപാതയിൽ ലൈൻ ട്രാഫിക് തെറ്റിച്ച് 80ഓളം വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. പിഴ ഇനത്തിൽ 50,000-ഓളം രൂപ ഈടാക്കി. ദേശീയപാത പൊങ്ങം മുതൽ മണ്ണുത്തി വരെയാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് പരിശോധന നടത്തുന്നത്. ലൈൻ ട്രാഫിക് നിയമം തെറ്റിച്ച് വാഹനമോടിച്ച് പിടിക്കപ്പെട്ടാൽ 500 രൂപ പിഴ ഈടാക്കുമെന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു. ഇനി കൊളാഷിലേക്ക്. തൃശ്ശൂരിലെ ഒരു കൂട്ടം കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ ഒരുക്കുന്ന ചിത്രമാണ് ഒളിപ്പോര്. ഫഹദ് ഫാസിൽ പ്രധാന കഥാപാത്രമാകുന്ന ചിത്രം AV ശശിധരനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഞാൻ അജയൻ. നഗരത്തിന്റെ നിഴൽ അത്രയൊന്നും വീണു തുടങ്ങാത്തൊരു ഗ്രാമത്തിൽ 10-30 കൊല്ലങ്ങൾക്ക് മുമ്പ് ജനിച്ചു. നിരവധി ഡോക്യുമെന്ററികളിലൂടെ ശ്രദ്ധേയനായ AV ശശിധരൻ എന്ന തൃശൂർക്കാരന്റെ ആദ്യ ചലച്ചിത്ര സംരംഭമാണിത്. തൃശൂർ സ്വദേശിയും കവിയുമായ PN ഗോപികൃഷ്ണനാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ഒളിപ്പോരാളി എന്ന പേരിൽ ബ്ലോഗിൽ എഴുതുന്ന ഫഹദിന്റെ കഥാപാത്രവും സുഹൃത്തുക്കളും ബാംഗ്ലൂരിൽ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്ന ഒരു ഷോയാണ് കഥയുടെ പശ്ചാത്തലം. ഇവിടെ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. ഒളിപ്പോരാളി എന്ന പേരിൽ ബ്ലോഗ് എഴുതിയിരുന്നു. പ്രധാനമായി കവിതകൾ. ക്ലച്ച്, ഗിയർ, ബ്രേക്ക്, പച്ചക്കുതിര എന്നീ പേരുകൾ എഴുതുന്ന ഇവിടുത്തെ മറ്റു ചില ബ്ലോഗേഴ്സുമായി ഒരു ഷോ നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പച്ചക്കുതിര, ക്ലച്ച്, ഗിയർ, ബ്രേക്ക്, വണ്ടി എന്നിങ്ങനെയുള്ള പേരുകളിൽ സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയയിൽ സജീവമായ ഒരു കൂട്ടം ബ്ലോഗർമാർ ഷോയുടെ ഫൈനൽ റിഹേഴ്സലിനായി ഒത്തുകൂടുന്നു. എന്നാൽ ഒളിപ്പോരാളി എന്നറിയപ്പെടുന്ന പ്രധാന സംഘാടകൻ മാത്രം റിഹേഴ്സലിൽ എത്തിച്ചേരുന്നില്ല. അതേ തുടർന്നുള്ള ഉദ്വേഗം നിറഞ്ഞ അന്വേഷണങ്ങളിലൂടെയാണ് ചിത്രം വികസിക്കുന്നത്. തൃശൂരും ബാംഗ്ലൂരുമായി ചിത്രീകരിച്ച ചിത്രം തൃശൂരിലെ സൗഹൃദ കൂട്ടായ്മയായ റൗണ്ടപ്പ് സിനിമയാണ് തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. ഫഹദിനൊപ്പം കലാഭവൻ മണി, തലിവാസൽ വിജയ്, സെറീന വഹാബ്, സുനിൽ സുഗത എന്നിവർ വേഷമിടുന്നു. മനോജ് മുണ്ടയാട്ട് ഛായാഗ്രഹണവും ജോൺ P. വർക്കി സംഗീതവും നിർവഹിച്ചിരിക്കുന്നു. സതീഷ് കുറുപ്പും റഫീഖ് അഹമ്മദും ഗാനരചന നിർവഹിച്ചിരിക്കുന്നു. സൈക്കിളിന്റെ ചങ്ങല ഇടയ്ക്കിടെ അഴിയുമായിരുന്നു.
ഒച്ചക്കൂട്ടുമ്പോൾ റേഡിയോയിൽ സ്റ്റേഷനുകൾ ഇടയ്ക്കിടെ മാറുമായിരുന്നു. തികച്ചും വ്യത്യസ്തമായ ഒരു കഥാപശ്ചാത്തലം അവതരിപ്പിക്കുന്ന ഒളിപ്പോരിലൂടെ സാംസ്കാരിക നഗരിയിൽ നിന്ന് ഒരു സംവിധായകൻ കൂടി മലയാള ചലച്ചിത്ര മേഖലയിലൂടെ മുഖ്യധാരയിലേക്ക് ചുവടുവെക്കുകയാണ്. പാട്ടുകൾ ഇടയ്ക്കിടെ മായുമായിരുന്നു. തൃശൂർ നഗരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം നിയന്ത്രിക്കുന്നതിനായി സിറ്റി ട്രാഫിക് പോലീസ് നടപടിക്കൊരുങ്ങുന്നു. നഗരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം മൂലം അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വേഗം നിയന്ത്രിക്കാൻ ട്രാഫിക് പോലീസ് തയ്യാറാകുന്നത്. സ്വരാജ് റൗണ്ടിലെ 2 ട്രാക്കുകളിൽ കൂടി ബസ്സുകൾ സർവീസ് നടത്തുന്നത് ഒഴിവാക്കി ഇടതുവശത്തെ ട്രാക്കിലൂടെ മാത്രം ബസ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ സർവീസ് നടത്താനാണ് പോലീസ് പദ്ധതി തയ്യാറാക്കുന്നത്. ബസ് ട്രാക്കിലൂടെ 4 വീലർ വാഹനങ്ങളും കടത്തിവിടും. സ്വരാജ് റൗണ്ടിലെ ഇന്നർ ഫുട്പാത്തിനോട് ചേർന്നുള്ള ട്രാക്കിലൂടെ 3 വീലർ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾ സഞ്ചരിക്കുന്നതിനുള്ള രൂപരേഖയാണ് പോലീസ് ഒരുക്കുന്നത്. സ്വരാജ് റൗണ്ടിലെ വലതുവശത്തെ പാർക്കിംഗ് ഇടതുവശത്തേക്ക് മാറ്റിയത് വിജയകരമായിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് സ്വകാര്യ ബസ്സുകൾക്ക് മാത്രമായ റൺവേ അനുവദിക്കുന്നത്. MG റോഡിലെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ പോലീസിനെ നിയോഗിക്കും. സിറ്റി ട്രാഫിക് പോലീസ് നടപ്പിലാക്കുന്ന ട്രാഫിക് ബോധവൽക്കരണ പരിപാടി 1 മാസം തുടരാനും പോലീസ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. കേരള ബ്രാഹ്മണ സഭയുടെ നേതൃത്വത്തിൽ പൂങ്കുന്നം പുഷ്പഗിരി ജാനകിനാഥ് ഹാളിൽ പ്രതിഭാസായാഹ്നം സംഘടിപ്പിച്ചു. ബ്രാഹ്മണ സഭ ജില്ലാ പ്രസിഡന്റ് S. ശിവരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി NR പരമേശ്വരൻ അധ്യക്ഷനായിരുന്നു. വിവിധ പരീക്ഷകളിലും കായിക കലാ മത്സരങ്ങളിലും ഉന്നത വിജയം നേടിയ യുവപ്രതിഭകളെയും MBBS പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും സ്വർണ്ണ മെഡൽ നേടിയ ഡോക്ടർ സന്തോഷ് നാരായണനെയും ചടങ്ങിൽ ആദരിച്ചു. കാലടി ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രിൻസിപ്പാൾ ഡോക്ടർ SG അയ്യർ മുഖ്യാതിഥിയായിരുന്നു. ബ്രാഹ്മണ സഭ ജില്ലാ സെക്രട്ടറി മൂർത്തി, പ്രൊഫസർ TK ദേവനാരായണൻ, TS വിശ്വനാഥ് അയ്യർ, TV ശേഷാദ്രി എന്നിവർ സംസാരിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 69ാം ജന്മദിനം ആചരിച്ചു. തൃശൂർ DCC ഓഫീസിൽ നടന്ന സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് O. അബ്ദുറഹ്മാൻകുട്ടി രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. PM മാധവൻ MLA, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് സുബി ബാബു, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KV ദാസൻ, KPCC സെക്രട്ടറി NK സുധീർ, മുൻ മേയർ ജോസ് കാട്ടൂക്കാരൻ തുടങ്ങിയവരും DCC ഭാരവാഹികളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. രാജീവ് ഗാന്ധിയുടെ ജന്മദിനാചരണത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് തൃശൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാനം നടത്തി. രാമവർമ്മപുരം IMA ബ്ലഡ് ബാങ്കിൽ നടന്ന ചടങ്ങ് യൂത്ത് കോൺഗ്രസ് നേതാവ് A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ജലീൽ ജോൺ അധ്യക്ഷനായിരുന്നു. CM രതീഷ്, ടോം, ശിവശങ്കരൻ, PU ശീതൾ എന്നിവർ സംസാരിച്ചു. അയ്യന്തോൾ കോസ്റ്റ് ഫോർഡിന്റെ നേതൃത്വത്തിൽ ലാറി ബേക്കർ സ്മാരക പ്രഭാഷണം നടന്നു. ഒരു ഇന്ത്യൻ വാസ്തുശില്പി നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നഗരാസൂത്രണ വിദഗ്ധനും ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസറുമായ ആർക്കിടെക്ട് രാഹുൽ മെഹ്റോത്ര പ്രഭാഷണം നടത്തി. ആർക്കിടെക്ട് CS മേനോൻ അധ്യക്ഷത വഹിച്ചു. കോസ്റ്റ് ഫോർഡ് ഡയറക്ടർ TR ചന്ദ്രദത്ത്, PV ഷാജൻ എന്നിവർ സംസാരിച്ചു. ഇഗ്നോ കോസ്റ്റ് ഫോർഡ് കമ്മ്യൂണിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ അയ്യന്തോൾ കോസ്റ്റ് ഫോർഡിൽ നടത്തിയ ധർണയ്ക്കിടെ സംഘർഷം. കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി 2 വർഷമായിട്ടും സർട്ടിഫിക്കറ്റുകളോ മറ്റ് രേഖകളോ നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് കോസ്റ്റ് ഫോർഡ് ഓഫീസ് പടിക്കൽ വിദ്യാർത്ഥികൾ ധർണ നടത്തിയത്. KSU ജില്ലാ പ്രസിഡന്റ് ശോഭ സുബിൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കോസ്റ്റ് ഫോർഡ് ഓഡിറ്റോറിയത്തിൽ ഡയറക്ടർ ചന്ദ്രദത്ത് പങ്കെടുത്ത പരിപാടിയിലേക്ക് ശോഭ സുബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പ്രകടനമായെത്തി. മുദ്രാവാക്യങ്ങളുമായി വിദ്യാർത്ഥികൾ വേദിയിലിരുന്ന ഡയറക്ടറെ വളഞ്ഞുവെക്കുകയായിരുന്നു. ഈ സമയം പ്രശ്നത്തിൽ ഇടപെട്ട വേദിയിലെ മറ്റ് ഭാരവാഹികളുമായി വിദ്യാർത്ഥികൾ വാക്കേറ്റമുണ്ടായി. വിദ്യാർത്ഥികൾ വേദിക്ക് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തിയതോടെ ഓഡിറ്റോറിയത്തിൽ നടന്നുകൊണ്ടിരുന്ന പരിപാടി അലങ്കോലപ്പെട്ടു. തുടർന്ന് സർട്ടിഫിക്കറ്റ് പ്രശ്നത്തിൽ ഈ മാസം 24-ന് പരിഹാരം കാണാമെന്ന ഡയറക്ടറുടെ ഉറപ്പിന്മേലാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധം അവസാനിപ്പിച്ചത്. കോസ്റ്റ് ഫോർഡ് ഇഗ്നോയുമായി സഹകരിച്ച് 2009 മുതൽ 2011 വരെ അസോസിയേറ്റ് ഡിഗ്രി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഹോട്ടൽ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളാണ് നടത്തിയത്. എന്നാൽ പരീക്ഷ നടത്തി 2 വർഷം പിന്നിട്ടിട്ടും സർട്ടിഫിക്കറ്റുകൾ നൽകാൻ അധികൃതർ തയ്യാറായില്ലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഞങ്ങളിവിടെ സർട്ടിഫിക്കറ്റിന് വരുമ്പോഴൊക്കെ ഒരാളും ഞങ്ങളോട് സംസാരിക്കാനൊന്നും ഒരു തയ്യാറുണ്ടായിരുന്നില്ല. പല പ്രാവശ്യം ഇവിടെ വന്നു, പലരായിട്ടും സംസാരിച്ചു. ഇവിടുത്തെ കോർഡിനേറ്ററായിട്ടും പ്രിൻസിപ്പളായിട്ടും എല്ലാം സംസാരിച്ചിട്ടും ഒരു ഇതുണ്ടായിരുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ കോടതിയിൽ പോകാമെന്ന് വെച്ചാൽ അങ്ങനെ പോകാം. അതിനുശേഷം കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റ് 15-ന് ഇവരുടെ ഗവേണിംഗ് ബോഡിക്ക് വന്നിട്ട് ഞങ്ങൾ ഇതേപോലെ ഇത് ചെയ്തപ്പോൾ 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കും. ഇവിടെ നിന്ന് കോർഡിനേറ്റർ സൈൻ ചെയ്തൊരു
സർട്ടിഫിക്കറ്റ് തരും. അത് ഇവിടുത്തെ പ്രിൻസിപ്പൽ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു കടലാസിൻ്റെ വിലയേ ഉള്ളൂ എന്ന്. അതേസമയം പരീക്ഷകൾ നടത്തി വിശദാംശങ്ങൾ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും എന്നാൽ അസോസിയേറ്റ് ഡിഗ്രി കോഴ്സുകൾക്ക് ഇഗ്നോ ഇതുവരെ ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെന്നും കോസ്റ്റ് ഫുഡ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് TCV. പനി ബാധിച്ച് മധ്യവയസ്കൻ മരിച്ചു. എടമുട്ടം കമ്മാറ ഓഡിറ്റോറിയത്തിന് തെക്കുവശം പരേതനായ തോട്ടാരത്ത് കൃഷ്ണൻ മകൻ 44 വയസ്സുള്ള രാജീവാണ് മരിച്ചത്. കടുത്ത പനിയെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രസതന്ത്ര വിജ്ഞാനത്തിന്റെ അറിവുകൾ പകരുന്നതിനായി തൃശൂർ സെന്റ് മേരീസ് കോളേജ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ കെമിസ്ട്രി എക്സ്പോ 2013 സംഘടിപ്പിച്ചു. രസതന്ത്ര പൂക്കൾ ക്യാൻസർ റിസർച്ചിനും രസതന്ത്ര പഠന മേഖലയിലും അമേരിക്കയിൽ ഉപയോഗിക്കുന്ന അൾട്രോബ്സ് ഓഫ് കാർബൺ മാതൃക എന്നിവ പ്രദർശനത്തിലുണ്ടായിരുന്നു. സെന്റ് മേരീസ് ജൂബിലി ഹാളിലാണ് രസതന്ത്ര പരീക്ഷണങ്ങളുടെ മാതൃകകൾ ഒരുക്കിയത്. വാതകങ്ങൾ ഉപയോഗിച്ച പൂക്കൾക്ക് നിറം നൽകുന്ന രസതന്ത്ര പൂക്കൾ, ഒരു ഗ്ലാസ് ട്യൂബിൽ സൃഷ്ടിക്കുന്ന 7 നിറങ്ങളുടെ റെയിൻബോ, ആറ്റം ബോംബിലും ന്യൂക്ലിയർ റിയാക്ടറിലും ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ ഫിഷൻ എന്നിവ പ്രദർശനത്തിനുണ്ട്. ഇതൊരു ന്യൂക്ലിയർ ഫിഷന്റെ മോഡലാണ്. നമ്മുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് ഇത് ഉണ്ടാക്കിയേക്കണേ. അവരിത് എങ്ങനെയാണ് ഈ ന്യൂക്ലിയർ ഫിഷനിൽ നിന്നും ആറ്റം ബോംബ് ഉണ്ടാവണേ, അതേപോലെ ന്യൂക്ലിയർ ഫിഷന്റെ ഒരു യൂസ് പോസിറ്റീവായി നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്, എനർജിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണേ. രണ്ടിൻ്റെയും പക്ഷേ അടിസ്ഥാന തത്വം ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു മോഡലാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അൾട്രോബ്സ് ഓഫ് കാർബൺ, 60 കാർബൺ ആറ്റം ക്രമീകരിച്ച ഫുട്ബോൾ മാതൃക എന്നിവ അമേരിക്കൻ മെഡിക്കൽ റിസർച്ചിലും രസതന്ത്ര പഠന മേഖലയിലും ഉപയോഗിക്കുന്നുണ്ട്. വെടിമരുന്നിൽ വർണ്ണവിസ്മയത്തിന് ഉപകരിക്കുന്ന വാതക ജ്വാല, ഭൂകമ്പത്തെ തുടർന്ന് പുറത്തേക്ക് വരുന്ന മാഗ്മ, പപ്പായ തണ്ടിൽ നിന്ന് പേപ്പർ ഉണ്ടാക്കുന്ന നൂതന സാങ്കേതിക വിദ്യ, തുളസി, ആര്യവേപ്പ് എന്നിവയുടെ സുഗന്ധം പകരുന്ന സോപ്പുകളുടെ മാതൃക എന്നിവയും പ്രദർശനത്തിന്റെ പ്രത്യേകതയാണ്. രസതന്ത്രത്തിലെ അറിവുകൾ പകർന്നു തരുന്നതിന് ഏറെ വിജ്ഞാനപ്രദമായിരുന്നു പ്രദർശനമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. എലിഫന്റ് ടൂത്ത് പേസ്റ്റ്, റെയിൻബോ ഫോർമേഷൻ, സോപ്പ് മേക്കിംഗ്, പിന്നെ വോൾക്കാനോ ഡെമോൺസ്ട്രേഷൻ, പേപ്പർ ഫ്രം പപ്പായ സ്റ്റം തുടങ്ങിയവയാണ് ഈ എക്സിബിഷനത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ പപ്പായയിൽ നിന്നും പേപ്പർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ എക്സിബിഷൻ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഈ എക്സിബിഷനിലൂടെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പഞ്ചായത്ത് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. മാനദണ്ഡം ലംഘിച്ചും ക്യൂ ലിസ്റ്റ് അവഗണിച്ചും സീനിയോറിറ്റി മറികടന്നുമുള്ള സ്ഥലമാറ്റങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുക, റൂൾ ഭേദഗതി ശുപാർശകൾ ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. DCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് PK ബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KL അലക്സാണ്ടർ, ജില്ലാ സെക്രട്ടറി സാബു ജോർജ്, MK ഷാജിക്, CS ഹരി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഹൈറോഡിൽ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ സ്ത്രീക്ക് പരിക്കേറ്റു. വരാക്കര കാളക്കല്ല് കടപ്പത്ത് വീട്ടിൽ ചന്ദ്രന്റെ ഭാര്യ വിമലയ്ക്കാണ് പരിക്കേറ്റത്. ഭർത്താവിനോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ തെറിച്ചു വീഴുകയായിരുന്നു. റോഡിൽ വീണുകിടന്ന വിമലയെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ജപ്തി ഭീഷണിക്കിടയിലും വഴിയിൽ നിന്ന് കളഞ്ഞുകിട്ടിയ 2,62,500 രൂപ ഉടമയ്ക്ക് തിരിച്ചു നൽകി യുവതി മാതൃകയായി. സമ്പാളൂർ നെല്ലിക്കുളം ബെന്നിയുടെ ഭാര്യ ട്രീസയാണ് പണം തിരിച്ചു നൽകിയത്. ഇന്നലെ രാത്രി മാള ജനമൈത്രി പോലീസ് SI സജിൻ ശശിയെ ഏൽപ്പിച്ച പണം അടങ്ങിയ ബാഗ് പണം നഷ്ടപ്പെട്ട വാളൂർ കളപ്പറമ്പത്ത് ഹംസയ്ക്ക് ട്രീസ കൈമാറി. ബാഗ് സ്വീകരിച്ച ശേഷം നല്ല മനസ്സിനുടമയായ ട്രീസയ്ക്ക് 25,000 രൂപ ഹംസ സമ്മാനമായി നൽകി. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്ത് 80,000 രൂപ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് ട്രീസയുടെ കുടുംബം ജപ്തി നടപടികൾ നേരിടുകയാണ്. ഈ കടം വീട്ടാനാകാതെ നെട്ടോട്ടം ഓടുമ്പോഴാണ് വഴിയിൽ നിന്ന് പണമടങ്ങിയ ബാഗ് ലഭിച്ചത്. ഉടൻ തന്നെ ട്രീസ ബാഗ് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് സത്യസന്ധതയ്ക്ക് മാതൃകയാവുകയായിരുന്നു. ബിസിനസ്സുകാരനായ ഹംസ കൊരട്ടിയിലെ ബാങ്കിൽ നിന്ന് പണം എടുത്ത് അഷ്ടമിച്ചിറയിലേക്ക് പോകും വഴിയാണ് ബാഗിൻ്റെ വള്ളി പൊട്ടി ബാഗ് നഷ്ടപ്പെട്ടത്. സമൂഹത്തിന് നല്ല മാതൃക കാണിച്ച ട്രീസയെ സ്റ്റേഷനിലെത്തി മാള ഗ്രാമപഞ്ചായത്ത് അംഗം രാധാ ഭാസ്കരൻ അടക്കമുള്ളവർ അഭിനന്ദിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. 5 വർഷം സർവീസ് പൂർത്തീകരിച്ച അധ്യാപകർക്ക് HSST പ്രമോഷൻ നൽകുക, ശനിയാഴ്ച പ്രവൃത്തി ദിനം ഒഴിവാക്കുക, അനുവദിച്ച മേഖലാ ഓഫീസുകളും ജില്ലാ ഓഫീസുകളും ആരംഭിക്കുക, സ്റ്റാഫിനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് സുബി ബാബു ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VB മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡോക്ടർ VG തനു,
ട്രഷറർ പി വി വേണുഗോപാലൻ, അഡ്വക്കേറ്റ് കെ കുഞ്ഞികൃഷ്ണൻ, പ്രൊഫസർ കെ ബി ഉണ്ണിത്താൻ, ടി കെ ജമീല തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ ഫെഡറേഷൻ BMSന്റെ ആഭിമുഖ്യത്തിൽ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക, ESI നടപ്പിലാക്കുക, മിനിമം പെൻഷൻ 3000 രൂപയാക്കുക, ലേബർ കാർഡ് നൽകുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ജനറൽ മസ്ദൂർ സംഘടന ജനറൽ സെക്രട്ടറി ശിവജി സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PV സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി സേതു തിരുവങ്കിടം, PK അറുമുഖൻ, തിമി മാത്യു, KM അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ A.A. ബോസിന്റെ പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ എന്ന പുസ്തകം തൃശൂരിൽ പ്രകാശനം ചെയ്തു. സാഹിത്യ അക്കാദമി സെക്രട്ടറി R. ഗോപാലകൃഷ്ണൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. KM അനിത ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. VD ജോസഫ്, MV മധു, പ്രൊഫസർ CJ ജനാർദ്ദനൻ, ഡോക്ടർ ബേബി ചക്രപാണി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ നിരക്ക് വീണ്ടും വർദ്ധിപ്പിക്കാൻ നീക്കം. 10 രൂപ മുതൽ 25 വരെ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചേക്കും. ടോൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിൽ വ്യാപക പ്രതിഷേധം. സോളാർ അഴിമതി ഒത്തുതീർപ്പാക്കുന്ന നിലപാടാണ് LDF സ്വീകരിച്ചിരിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 23-ന് എല്ലാ കളക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്തുമെന്നും മുരളീധരൻ. തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി. 14 കോടിയുടെ 2 എസ്റ്റിമേറ്റ് ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അയച്ചു. കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം വൈസ് പ്രസിഡന്റ് ലാൽജി കൊളന്നൂരിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിലെ മുഴുവൻ പ്രതികളും കസ്റ്റഡിയിലായതായി സൂചന. പ്രതികളുടെ അറസ്റ്റ് നാളെ വൈകിട്ടോടെ രേഖപ്പെടുത്തിയേക്കും. മതിലകത്ത് കള്ളുഷാപ്പ് ലൈസൻസിയുടെ വീട്ടിൽ നിന്ന് സ്പിരിറ്റും അനധികൃത കള്ളുശേഖരവും പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് മതിലകം സ്വദേശി ഷൈനിനെ അറസ്റ്റ് ചെയ്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.